റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കന്നഡയിൽ ഭയങ്കര ഹിറ്റായ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ സിനിമയെ ഒരു ആകർഷിച്ചത്. പക്ഷെ ഇന്ന് അതിന്റെ മലയാളം ഡബ് കാണുമ്പോൾ ശരിക്കും നമ്മളൊരു 90s മലയാളം പടങ്ങളൊക്കെ കാണുന്ന ആ ഒരു വൈബിലാണ് സിനിമ വന്നിരിക്കുന്നത്. വളരെ നാച്ചുറലാണ് സിനിമ. അതായത് കോമഡിയാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. നാച്ചുറൽ കോമഡി, സിറ്റുവേഷണൽ കോമഡിയാണ്. പക്ഷെ കോമഡിക്ക് വേണ്ടി ഇവർ ഈ സിനിമയിൽ പ്രത്യേകിച്ച് സീനുകളൊന്നും ചെയ്തിട്ടില്ല. വളരെ നാച്ചുറലായി ആ കഥാപാത്രങ്ങളുടെ ബിഹേവിയറും ആ നാട്ടിൻപുറമൊക്കെ ആയിട്ട് നല്ല രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. പിന്നെ മലയാളം ഡബ്ബാണെന്ന് കരുതിയിട്ട് മലയാളികൾ മാറി നിൽക്കരുത്. ശരിക്കും കോസ്റ്റൽ കർണാടകയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ കേരളമായിട്ട് ഒരുപാട് മാച്ചായിട്ട് വരുന്നുണ്ട്. ഇതിലെ സ്ഥലങ്ങളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു അമ്മ ഒരു ഇമോഷണലായിട്ടൊക്കെ വരുന്നത് KP തുമ്മിലാണ്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ. അതിഗംഭീരമായിട്ട് ആ കാസ്റ്റ് ചെയ്തത്. പിന്നെ ഷജീലാണെങ്കിലും നമ്മുടെ മലയാളികൾ കൂടുതൽ അറിയുന്ന ഒരുപാട് നടന്മാരൊന്നും ഇല്ലെങ്കിലും ഇവരൊക്കെ ഇനി മലയാളത്തിൽ കൂടുതൽ അറിയപ്പെടും. ഗംഭീര പെർഫോമൻസ് ആണ് സിനിമയിൽ. നല്ല രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ക്ലാസ് സിനിമയാണ് സൂഫ്രംസ്. സാധാരണ മലയാളത്തിൽ നിന്നാണ് ഇപ്പോഴും ഭാഷകളിലേക്ക് കോമഡി പടങ്ങൾ പോയത്. ഇപ്പൊ തിരിച്ചായി. അതെ അത് അല്ല, ചിലപ്പോൾ ഒരുപക്ഷെ മലയാള സിനിമകളായിരിക്കും അവരെ ഇൻസ്പയർ ചെയ്തത്. എന്താണെന്ന് അറിയില്ല. എന്നാലും വളരെ നാച്ചുറലായിട്ട് സാധാരണ നമ്മൾ കന്നഡ തെലുഗുവിൽ കാണുന്ന ആ ഒരു ഓവർ സിനിമാറ്റിക് അല്ലാതെ നാച്ചുറലായിട്ട് കഥ പറയുന്ന രീതി എനിക്കൊന്നും ഈ മലയാളി പ്രേക്ഷകർ തീർച്ചയായും ഈ സിനിമയുടെ ഡബ് ഏറ്റെടുക്കും. കാരണം ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയത് കന്നഡ മൂവി എന്ന് പറയുന്നില്ല, വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ മൂവി എന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്ത് ഈ സിനിമ ആണ്. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ചിരിക്കാനുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും ഇമോഷണലും പിന്നെ ഫൈറ്റ് വരുന്നതല്ല. നല്ലത്. കോമഡി പടം എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്തത്.